JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടൈപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റ്, റിപ്പോർട്ടർ ഗ്രേഡ് 2, കോൺഫിഡൻസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികകളിലേക്ക് എല്ലാ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ MS Excelലെ 40 ഇമ്പോർട്ടന്റ് സെലക്ടഡ് MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What is the intersection of a column and a row on a worksheet called? What is the intersection of a column and a row on a worksheet called? അതായത് ഒരു വർക്ക്ഷീറ്റിലെ ഒരു വരിയുടെയും ഒരു നിരയുടെയും കവലയെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? സെൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സെൽ. വാട്ട് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് എ കോളം ആൻഡ് എ റോ ഓൺ എ വർക്ക്ഷീറ്റ് കോൾഡ്? സെൽ. What type of chart is useful for comparing values over categories? വിഭാഗങ്ങളെ അപേക്ഷിച്ച് മൂല്യങ്ങൾ താരതമ്യം ചെയ്യാൻ ഏത് തരത്തിലുള്ള ചാർട്ടാണ് ഉപയോഗപ്രദം? ഏത് തരത്തിലുള്ള ചാർട്ടാണ് ഉപയോഗപ്രദം? കോളം ചാർട്ട്. What type of chart is useful for comparing values over categories? കോളം ചാർട്ട്. Which function in Excel tells how many numeric entries are there? എത്ര സംഖ്യാ എൻട്രികൾ ഉണ്ടെന്ന് പറയുന്ന എക്സൽ ഏത് ഫംഗ്ഷൻ ആണ്? ഏത് ഫംഗ്ഷൻ ആണ്? കൗണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ, കൗണ്ട്. Which function Excel tells how many numeric entries are there? Count. A feature that displays only the data in column according to specified criteria. അതായത് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കോളത്തിലെ ഡേറ്റ മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു സവിശേഷതകൾ ഏതാണ്? ഫിൽട്ടറിംഗ്. A features that displays only the data in column according to specified criteria. Filtering. Statistical calculations and preparations of tables and graphs can be done using. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൂട്ടലുകളും പട്ടികകളും ഗ്രാഫുകളും തയ്യാറാക്കുന്ന ഡാഷ് ഉപയോഗിച്ച് ചെയ്യാം. ഏത് ഉപയോഗിച്ച് ചെയ്യാം? എക്സൽ ഉപയോഗിച്ച് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ calculations and preparation of tables and graphs can be done using Excel. What type of chart will you use to compare performance of two employees in the year 2016? അതായത് ഈ 2016 രണ്ട് ജീവനക്കാരുടെ പ്രകടനം താരതമ്യം ചെയ്യാൻ നിങ്ങൾ ഏത് തരത്തിലുള്ള ചാർട്ട് ഉപയോഗിക്കും? ഏത് ചാർട്ട് ഉപയോഗിക്കും? ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ട്. വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട് വിൽ യു യൂസ് ടു കമ്പയർ പെർഫോമൻസ് ഓഫ് ടു എംപ്ലോയീസ് ഇൻ ദ ഇയർ 2016? ലൈൻ ചാർട്ട്. Which one is not a function in MS Excel? അതായത് MS Excel ലെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി, AVG. Functions in MS Excel must begin with a dash. അതായത് MS Excel ലെ പ്രവർത്തനങ്ങൾ ഡാഷിൽ ആരംഭിക്കുന്നു. ഏതിൽ ആരംഭിക്കുന്നത്? ഓപ്ഷൻ ബി, an equal sign. Functions in MS Excel must begin with an equal sign. Which function in Excel checks whether a condition is true or not? അതായത് ഒരു വ്യവസ്ഥ ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്ന എക്സലിലെ ഏത് ഫംഗ്ഷനിലാണ്? ഏത് ഫംഗ്ഷനിലാണ്? ഓപ്ഷൻ സി, ഈഫ്. ഈ ഫംഗ്ഷനിൽ. Which function in Excel checks whether a condition is true or not? If. In Excel, columns are labeled as dash. എക്സലില് നിരകൾ ഡാഷ് എന്ന ലേബൽ ചെയ്തിരിക്കുന്നു. ഏത് ലേബലാണ് ചെയ്തിരിക്കുന്നത്? ABC, etc. In Excel, columns are labeled as ABC, etc.
The greater than sign is an example of dash operator. അതായത് greater than ചിഹ്നം ഡാഷ് ഓപ്പറേറ്ററുടെ ഒരു ഉദാഹരണമാണ്. ഏത് ഓപ്പറേറ്ററുടെ ഉദാഹരണമാണ്? ലോജിക്കൽ ഓപ്പറേറ്റർ. The greater than sign is an example of a logical operator. അടുത്ത question. What type of chart is useful for showing trends or changes over time? അതായത് കാലത്തിനനുസരിച്ച് ട്രെൻഡുകളോ മാറ്റങ്ങളോ കാണിക്കുന്നതിന് ഏത് തരത്തിലുള്ള ചാർട്ടാണ് ഉപയോഗപ്രദം? ഏത് തരത്തിലുള്ള ചാർട്ടാണ് ഉപയോഗപ്രദം? ലൈൻ ചാർട്ട്. What type of chart is useful for showing trends or changes over time? Line chart. അടുത്ത question. The process of arranging the items of a column in some sequence or order is known as. അതായത് ഒരു നിരയുടെ ഇനങ്ങൾ ഏതെങ്കിലും ക്രമത്തിലോ ക്രമീകരിക്കുന്ന പ്രക്രിയയെ ഇങ്ങനെ അറിയപ്പെടുന്നു. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സോർട്ടിംഗ്. The process of arranging the items of a column in some sequence or order is known as sorting. The dash feature of MS Excel quickly completes a series of data. അതായത് MS Excelന്റെ ഡാഷ് ഫീച്ചർ ഡേറ്റയുടെ ഒരു ശ്രേണി വേഗത്തിൽ പൂർത്തിയാക്കുന്നു. ഏത് ഫീച്ചറാണ്? ഓട്ടോഫിൽ. The autofill feature of MS Excel quickly completes a series of data. What type of chart is useful for comparing parts of a whole? അതായത് ഒരു മൊത്തത്തിലുള്ള ഭാഗങ്ങൾ താരതമ്യം ചെയ്യാൻ ഏത് തരത്തിലുള്ള ചാർട്ട് ഉപയോഗപ്രദമാണ്? പൈ ചാർട്ട്. What type of chart is useful for comparing parts of a whole? Pie chart. In Excel, rows are labeled as dash. അതായത് എക്സലിലെ വരികൾ ഡാഷ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ലേബൽ ചെയ്തിരിക്കുന്നത്? 1, 2, 3, etc. In Excel, rows are labeled as 1, 2, 3, etc. What do you use to create a chart? അതായത് ഒരു ചാർട്ട് സൃഷ്ടിക്കാൻ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത്? What do you use to create a chart? ചാർട്ട് വിസാർഡ്. എന്താണ് ഉപയോഗിക്കുന്നത്? ചാർട്ട് വിസാർഡ്. How will you graphically represent expenditure in different departments? അതായത് വിവിധ വകുപ്പുകളിലെ ചെലവുകൾ നിങ്ങൾ എങ്ങനെയാണ് ഗ്രാഫിക്കായി പ്രതിനിധീകരിക്കുന്നത്? എങ്ങനെയാണ്? പൈ ചാർട്ട്. How will you graphically represent expenditure in different departments? Pie chart. What type of chart is good for single series of data? അതായത് ഡേറ്റയുടെ ഒരൊറ്റ ശ്രേണിക്ക് ഏത് തരത്തിലുള്ള ചാർട്ടാണ് നല്ലത്? പൈ ചാർട്ട്. What type of chart is good for single series of data? Pie chart. The basic unit of a worksheet into which you enter data in Excel is called a dash. അതായത് എക്സലിൽ നിങ്ങൾ ഡാറ്റ നൽകുന്ന ഒരു വർക്ക്ഷീറ്റിന്റെ അടിസ്ഥാന യൂണിറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എങ്ങനെയാ വിളിക്കുന്നത്? സെൽ. The basic unit of a worksheet into which you enter data in Excel is called a cell. How many sheets are there by default when we create a new Excel file? അതായത് നമ്മൾ ഒരു പുതിയ എക്സൽ ഫയൽ സൃഷ്ടിക്കുമ്പോൾ ഡിഫോൾട്ട് ആയി എത്ര ഷീറ്റുകൾ ഉണ്ട്? എത്രയുണ്ട്? 3. How many sheets are there by default when we create a new Excel file? 3. In Excel, which one denoted a range from B1 to E5? അതായത് എക്സലില് ഇത് B1 മുതൽ E5 വരെയുള്ള ശ്രേണിയെ സൂചിപ്പിക്കുന്നു. ഏതാണ്? B1 is to E5. B1 is to E5. An Excel file is generally
called a dash. അതായത് ഒരു എക്സൽ ഫയല് സാധാരണയായി ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? വർക്ക് ബുക്ക്. An Excel file is generally called a workbook. It is a collection of data that is stored electronically as a series of records in a table. അതായത് ഒരു പട്ടികയിലെ റെക്കോർഡുകളുടെ ഒരു പരമ്പരയായി ഇലക്ട്രോണിക്കായി സംഭരിച്ചിരിക്കുന്ന ഡേറ്റയുടെ ഒരു ശേഖരമാണിത്. ഏത്? Database. It is a collection of data that is stored electronically as a series of records in a table. Database. What type of chart will you use to compare performance of sales of two products? അതായത് ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ പ്രകടനം താരതമ്യം ചെയ്യാൻ നിങ്ങൾ ഏത് തരത്തിലുള്ള ചാർട്ട് ഉപയോഗിക്കും? ഏത് തരത്തിലുള്ള ചാർട്ട് ഉപയോഗിക്കും? കോളം ചാർട്ട്. വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട് വിൽ യു യൂസ് ടു കമ്പയർ പെർഫോമൻസ് ഓഫ് സെയിൽസ് ഓഫ് ടു പ്രൊഡക്ട്സ്? കോളം ചാർട്ട്. ഹൗ ഡു യു ഡിസ്പ്ലേ കറന്റ് date only in MS Excel? How do you display current date only in MS Excel? അതായത് MS Excel നിലവിലുള്ള തീയതി മാത്രം എങ്ങനെ പ്രദർശിപ്പിക്കും? Today. അടുത്ത ക്വസ്റ്റ്യൻ. How do you wrap the text in a cell? How do you wrap the text in a cell? അതായത് ഒരു സെല്ലിൽ ടെക്സ്റ്റ് മാത്രം എങ്ങനെ അറിയാം? അതാണ് ചോദിച്ചിരിക്കുന്നത്. How do you wrap the text in a cell? Format cells alignment. What does counter function do? അതായത് ഈ കൗണ്ടർ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? Counts non-empty cells. What is the shortcut key to highlight the entire column? അതായത് മുഴുവൻ കോളവും ഹൈലൈറ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട്കട്ട് കീ എന്താണ്? Ctrl plus Space Bar. You can convert existing Excel worksheet data and charts to an HTML document by using dash. അതായത് ഡാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിലവിലുള്ള എക്സൽ വർക്ക്ഷീറ്റ് ഡാറ്റ ചാർട്ടുകൾ ഒരു HTML പ്രമാണത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്തുപയോഗിച്ച്? ഇന്റർനെറ്റ് അസിസ്റ്റന്റ് വിസാർഡ്. A circular reference is ഒരു circular reference ആണ് a formula that either directly or indirectly depends on itself. Which of the following is not one of Excel's what-if function? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് എക്സലിന്റെ what-if ഫംഗ്ഷനിൽ ഒന്നല്ല? ഏതാണ്? auto outline. When you insert an Excel file into a Word document, the data are dash. അതായത് നിങ്ങൾ ഒരു എക്സൽ ഫയൽ ഒരു വേർഡ് ഡോക്യുമെന്റിലേക്ക് തിരുകുമ്പോൾ ഡാഷ് ചെയ്തിരിക്കുന്നു. എന്താ ചെയ്തിരിക്കുന്നത്? linked. The data are linked. When you insert an Excel file into a Word document, the data are linked. Which of the following is not information you can specify using the solver? അതായത് സോൾവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന വിവരമല്ലാത്തത് ഇനി പറയുന്നവയിൽ ഏതാണ്? Input cells. You can check the conditions against
dash when applying conditional formatting. അതായത് സ്വാഭാവിക ഫോർമാറ്റിംഗ് പ്രയോഗിക്കുമ്പോൾ ഡാഷ് എന്നതിനെതിരായ വ്യവസ്ഥകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. both of above, അതായത് self value formula, you can check the conditions against self value formula when applying conditional formatting. അടുത്ത question, which of the following is not true regarding conditional formatting? അതായത് സ്വാഭാവിക ഫോർമാറ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? You can set condition to look for bold and apply italics on them. You can set condition to look for bold and apply italics on them. You can use the formula palette to dash. അതായത് ഡാഷിന് നിങ്ങൾക്ക് ഫോർമുല പാലറ്റ് ഉപയോഗിക്കാം. ഏതിനാണ്? create and edit formula containing functions. You can use the formula palette to create and edit formula containing functions. Which type of application is MS Excel? അതായത് MS Excel ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ആണ്? Spreadsheet. Which type of application is MS Excel? Spreadsheet. You can merge the main document with the data source in Excel in mail merge operation. Word is usually. അതായത് എക്സലിൽ നിങ്ങൾക്ക് പ്രധാന പ്രമാണം ഡാറ്റ ഉറവിടവുമായി ലയിപ്പിക്കാം. മെയിൽ ലയന പ്രവർത്തനത്തിൽ സാധാരണയായി വേർഡ് ആണ്. ഡാഷ് ഏതാണ്? ക്ലയന്റ്. ഈ തസ്തികകളിലേക്ക് അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത how can you update the values of formula cells if auto calculate mode of Excel is disabled? അതായത് എക്സലിന്റെ സ്വയമേവ കണക്കുകൂട്ടൽ മോഡ് പ്രവർത്തനരഹിതമാക്കിയാൽ ഫോർമുല സെല്ലുകളുടെ മൂല്യങ്ങൾ നിങ്ങൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? F9. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു. ഒരിക്കൽ കൂടി അത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.